സിറാജ് മാഷിനെ സ്വാഗത പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പോൾ വേറെ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും മാഷ് വളരെ ആത്മാർത്ഥതയോടെ ആവേശത്തോടെ പറഞ്ഞു. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയം ഫുൾ ടൈം ഇത് തന്നെയായിരുന്നു പരിപാടി. നമ്മുടെ പ്രാസംഗികരുടെ ക്യാമ്പയിനിൽ സ്റ്റാർ ക്യാമ്പയിനർമാരിൽ ഒരാളായിരുന്നു. ഈ പാർലമെൻറ്റ് മണ്ഡലം ഉടനീളം നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പറഞ്ഞു പിന്നെ നമ്മൾ നേരത്തെ ഒരു വീടിൻ്റെ താക്കോൽദാനത്തിന് വിളിച്ചപ്പോൾ ഈ പാലക്കാടുള്ള എന്നെ എന്തിനാണ് ഇവിടെ താക്കോൽദാനത്തിന് വിളിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമെന്നതിനെ സംബന്ധിച്ച് ഒരു സൂചന പോലും ആ തീരുമാനം വരുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം 10 മണി വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നേനെ, ഓടി വന്നേനെ. പക്ഷെ അങ്ങനെ വരാത്തതിൻ്റെ പേരിൽ ഒരു കുറവും ഈ ജനത ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചു എന്നതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിയത് എന്നറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുത്ത ജനങ്ങളെയും നാടിനെയും മറക്കുന്ന പൊതുപ്രവർത്തനം ഉണ്ടാവില്ല എന്ന ഉറപ്പ് ആദ്യമേ നൽകാനും ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിലേക്കൊന്നും മുതിരുന്നില്ല. ഞാനിപ്പോൾ വേദിയിൽ ഇരിക്കുമ്പോൾ എന്നോട് റസാഖ് മാഷ് പറഞ്ഞു 22 വർഷത്തെ ചരിത്രം CH സെന്ററിനുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ കസേരയിൽ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിന് നേതൃത്വം നൽകിയിരുന്ന ആളുമാണ്. 22 വർഷത്തെ ചരിത്രം ഈ പ്രസ്ഥാനത്തിനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു 2 പതിറ്റാണ്ടിലെ കേരളത്തിൻ്റെ മനസ്സിനെ തൊട്ട, കേരളത്തിലെ സാധാരണക്കാരുടെ, രോഗികളായ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ തൊട്ട മഹാപ്രസ്ഥാനങ്ങളുടെ പേരുകൾ പറയാൻ പറഞ്ഞാൽ അതിൽ 1ാം നിരയിലുണ്ടാവുന്ന പേര് CH സെന്റർ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വന്നു. അങ്ങനെ എളുപ്പമുള്ളൊരു ജോലിയല്ല മഹാനായ CHന്റെ പേരിൽ ആ ഒരു സ്ഥാപനം തുടങ്ങി ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. എന്നോട് പിന്നെ മുനീർ മാഷും അസീസ് മാഷും ഞാൻ ഇത്രയും മാഷുമാർ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥലം വേറെ ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. എവിടെ നോക്കിയാലും നിങ്ങളും ഞാനൊക്കെ തന്നെ ഒരു ഒഴിവുണ്ട്. എവിടെ നോക്കിയാലും അത് എല്ലാ പാർട്ടും ഇപ്പുറത്തുള്ള ആൾക്കാർ തിരിക്കുന്നുണ്ട്. മുനീർ മാഷും എല്ലാ പാർട്ടിയും എവിടെ നോക്കിയാലും ഇതല്ലേ ഇത്രയും അധികം മാഷ്മാർ നേതൃത്വത്തിൽ നല്ല കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ നാടിൻ്റെ ഒരു സെൻസ് അറിയുന്ന ഒരു തലമുറയെ ഇവിടെ ആ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നാടിൻ്റെ ഒരു സെൻസ് അറിയുന്നവരും നാട്ടിലെ വിദ്യാർത്ഥികളും ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതൊക്കെയുള്ള ആളുകൾ നേതൃത്വം നൽകുക. അപ്പം അങ്ങനെ 22 വർഷം ഒരു പ്രസ്ഥാനം നാട്ടിലെ ജനങ്ങളിലെ സാധാരണക്കാരുടെ ജീവിതത്തെ ഇത്രത്തോളം സ്വാധീനിച്ച, അവരിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്രത്തോളം തണലായ, അവർക്ക് ഇത്രത്തോളം ആശ്വാസമായ മഹാപ്രസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് ഈ 2 പതിറ്റാണ്ട് കൊണ്ട് ഇടം പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ദിവസവും കോഴിക്കോട് CH സെന്ററിന് മാത്രമല്ല RCCയിലേക്കൊക്കെ പോകുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ ആശ്വാസമാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുന്ന പിന്നെ ഒരു അവസരമൊക്കെ ഇപ്പോഴാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കിട്ടിയത്. അതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് തന്നെ പാലക്കാട് ഇരിക്കുമ്പോഴും KSU പ്രവർത്തനം നടത്തുന്ന കാലഘട്ടം തൊട്ട് തന്നെ നമുക്ക് ഫോൺ വരും. ആ ഫോൺ വന്നിട്ട് പറയുന്നത് CH സെന്ററിൽ ഒരു മുറി കിട്ടാൻ നമുക്ക് എന്താണ് മാർഗം, അവിടെ ഒന്ന് വിളിച്ചു പറയാമോ, അല്ലെങ്കിൽ അവിടെ ഒന്ന് പറയാമോ, അവിടെ ആൾക്കാർക്ക് സൗകര്യം. ഞങ്ങളുടെയൊക്കെ ജില്ലയിൽ തന്നെ പോകുന്ന ആളുകൾ അവിടെയൊക്കെ ഈ രാത്രി അമൃത എക്സ്പ്രസ്സിൽ കുറേ ആളുകൾ കയറി പോകുന്നത്. ഈ അമൃത എക്സ്പ്രസ്സിൽ കയറി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പ്രധാനമാണ്. അമൃത എക്സ്പ്രസ്സിൽ ആളുകൾ ക്യാൻസർ എക്സ്പ്രസ് എന്ന് വിളിക്കുന്നു ചിലപ്പോൾ. അതുപോലെ ക്യാൻസർ രോഗികൾ ബുക്കിംഗ് നടത്തിയിട്ട് പോകേണ്ടി വരിക ആ ആളുകൾ. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവർക്ക് രോഗവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുമ്പോൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരുമ്പോൾ, അവിടെ പരിപാലനം ആവശ്യമായിട്ട് വരുമ്പോൾ, വീണ്ടും ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരുമ്പോൾ, ഡയാലിസിസ് ചെയ്യേണ്ടി വരുമ്പോൾ, കീമോ ചെയ്യേണ്ടി വരുമ്പോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഒരാശ്രയമില്ലാതെ, ഒരിടമില്ലാതെ പ്രയാസം അനുഭവിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് വിളിക്കുന്ന ആളുകളെ പറഞ്ഞു വിടാൻ ഒരിടമുണ്ടെങ്കിൽ ആ ഇടത്തിന്റെ പേരാണ് CH സെന്റർ എന്നുള്ളത്. അവർ പ്രവർത്തനം കൊണ്ടും ത്യാഗനിർഭരമായ ഈ പതിറ്റാണ്ടുകളിലെ ഇടപെടലുകളും കൊണ്ട് നേടിയ ഒരു നേട്ടമാണ്. ചെറിയ കാര്യമല്ല. കാരണം അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. എന്നോടൊപ്പം TTK പറയായിരുന്നു, മൂപ്പരുടെ പിന്നെ സഹോദരങ്ങൾ 3